ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജയമോഹിനി നീരജെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി മോളെ നിൻ്റെ വിഷമം. എന്താണ് ഭരത് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നടക്കണത്. എൻ്റെ മോന് നല്ല കഴിവുള്ള മോനാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല ബുദ്ധിയാണ് അവന്. പക്ഷെ അവനൊരു കഴിവ് കെട്ടവനാക്കി. എന്ത് ബിസിനസ് നടത്തിയാലും അവൻ വിജയിക്കില്ല എന്ന് പറഞ്ഞ മുദ്ര കുത്തിയേക്കുക കാവ്യയും കൃഷ്ണയും കൂടി. കാവ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും പുറകിൽ കൃഷ്ണ. അവൻ എന്തായാലും ഇവിടുന്ന് പുറത്താക്കിയാൽ മാത്രമേ നമ്മുടെ കുടുംബം രക്ഷപ്പെടുള്ളൂ എന്ന് പറയുവാണ്. എന്തായാലും മോള് വിഷമിക്കണ്ട കേട്ടോ. അമ്മ ഭരത്തിൻ്റെയും അതുപോലെ തന്നെ മോളുടെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ ഹോസ്റ്റലിൽ കഴിയണ പോലെ എന്നൊക്കെ എനിക്കറിയാം. സ്വത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എൻ്റെ 2 മക്കൾക്കും ഒരുപോലെ ഞാൻ സ്വത്തുക്കൾ എന്തായാലും കൊടുക്കുകയുള്ളൂ എന്ന് പറയാണ്. രാധിക മണിക്കുട്ടി ഇനി ഒരിക്കലും ഇവിടെ വരരുത്. അവൾ മരിച്ചിട്ട് മാത്രമുള്ള വാർത്ത മാത്രമേ നമുക്ക് കേൾക്കാൻ പാടുള്ളൂ എന്ന് മോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ നീരജ പറയുന്നുണ്ട്, അത് അത്രയേ ഉള്ളൂ അമ്മേ. അമ്മ നോക്കിക്കോ, നമ്മളിനി കേൾക്കാൻ പോണ വാർത്ത രാധിക അവൾ മരിച്ചു എന്നായിരിക്കും എന്ന് നീരജ ജയമോഹനടുത്ത് പറയാണ്. അതെ, അത് അങ്ങനെ തന്നെ ആവണം മോളെ എന്ന് ജയമോഹിനിയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ നമ്മുടെ മണിക്കുട്ടി രാധികക്ക് കഞ്ഞി ഇങ്ങനെ വാരി കൊടുക്കുക കേട്ടോ. അമ്മ ഇത് കുടിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ടീസ്പൂൺ കൊടുക്കുന്നുണ്ട്. ആ ടീസ്പൂൺ കഴിച്ചു കഴിയുമ്പോൾ തന്നെ രാധിക പറയേണ്ട, വേണ്ട മോളെ അമ്മക്ക് മതി എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ടോ, അമ്മേ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം. സുഖമില്ല സമയത്ത് നല്ല നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഇത് എനിക്ക് വേറെ ആരും തന്ന ഉപദേശമല്ല കേട്ടോ, അമ്മ തന്നെ തന്ന ഉപദേശമാണ്. അമ്മക്ക് ഓർമ്മയില്ലേ, കഴിഞ്ഞ ദിവസം പനിയായിട്ട് ഞാൻ കിടന്ന സമയത്ത് അമ്മയാ പറഞ്ഞത് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ അസുഖം മാറുള്ളൂ. അതുകൊണ്ട് ഈ കഞ്ഞി ഫുള്ളും അമ്മ കുടിച്ചാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയുവാണ്. അപ്പോഴേക്കും രാധിക കരയുവാട്ടോ. എന്തിനാ എൻ്റെ അമ്മ കരയണത് എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, വേറൊന്നുമല്ല, അമ്മക്ക് വേണ്ടി മോള് പോയി കഞ്ഞി വാങ്ങിച്ചുകൊണ്ടുവന്നു, അമ്മേനെ കുടിപ്പിക്കുന്നു. ഇതൊക്കെ ആലോചിച്ചിട്ടാന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട്, പിന്നെ എൻ്റെ അമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനല്ലാണ്ട് വേറെ ആരും ഓടാനാ? എൻ്റെ അമ്മക്ക് എനിക്ക് അമ്മയെ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുവാണ്. അപ്പോഴേക്കും നേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നേഴ്സ് ചോദിക്കുന്നുണ്ട്, രാധികയെ എപ്പോഴാണ് ഓപ്പറേഷൻ്റെ കാര്യം തീരുമാനിച്ചെന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നേരത്തെ തന്നെ പറഞ്ഞാലേ ഡോക്ടറിനെ വിളിച്ചു വരുത്താൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പറേഷൻ നടത്തുന്ന ഡേറ്റ് എത്രയും പെട്ടെന്ന് പറയണം കേട്ടോ, കൺഫേം ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് നേഴ്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് രാധിക മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് ഡേറ്റ് പറയാനാ എന്ന് നമ്മുടെ രാധിക മനസ്സിൽ വിചാരിക്കുകയാണ്. ആ സമയത്ത് മണിക്കുട്ടി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട അമ്മേ, എല്ലാം ശരിയാകും. നമുക്ക് എന്തായാലും ദൈവം കൂടെയുണ്ട്, അമ്മ കരയേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടി രാധികയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുക കേട്ടോ. രാധികക്ക് ആ സമയത്ത് ഭയങ്കര ആശ്വാസം തോന്നുവാണ്. അതിനുശേഷം മണിക്കുട്ടി രാധികക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ആ പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാട്ടോ. അങ്ങോട്ട് പോകുമ്പോഴേക്കും രാധിക മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഈശ്വര എന്ത് ചെയ്യും, ഓപ്പറേഷൻ നടത്തണ്ടാതെ ഇവിടെ പോകാനും പറ്റുന്നില്ലല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു പോയാൽ മതി എന്ന് മാത്രമേ രാധികക്കുള്ളൂ. ആ സമയത്ത് മണിക്കുട്ടി വരുന്നുണ്ട്. മണിക്കുട്ടി പറയുന്നുണ്ട്, അമ്മേ ഞാൻ അമ്മയടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ രാധിക ചോദിക്കേണ്ട, എന്താ മോളെ പറഞ്ഞോന്ന് പറയാണ്. ഞാനൊന്ന് മുത്തിനെ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ, മോൾ ഒറ്റക്കോ? അത് വേണ്ട എന്ന് പറയുവാണ്. അമ്മേ ഞാൻ പെട്ടെന്ന് വരാം, ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ നേഴ്സിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുള്ളൂ കേട്ടോ, പെട്ടെന്ന് വരാമേ, എനിക്കൊരു കാര്യം മുത്തിനോട് പറയാനുണ്ട് എന്ന് പറയുവാണ്. അതിനുശേഷം ശരി മോളെന്ന് പറഞ്ഞിട്ട് രാധിക മണിക്കുട്ടി നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം മണിക്കുട്ടി നേരെ പോണ സ്കൂളിലേക്കാട്ടോ. അവിടെ ഇൻ്റർവെൽ സമയമാണ്, പിള്ളേരെല്ലാവരും കൂടി കളിക്കുവാണ്. മുത്തുണ്ട്. അങ്ങനെ മുത്തുൻ്റെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടിയിട്ട് പന്തും അതുപോലെ തന്നെ ഓരോരോ കളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാരൻ വന്ന് പറയേണ്ടത്, മുത്തേ നിൻ്റെ ശത്രു വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആര്? മണിക്കുട്ടി എന്ന് പറയുവാണ്. ആ സമയത്ത് മണിക്കുട്ടി നടന്നു തന്നെ കാണുമ്പോൾ മുത്ത് പറയുന്നുണ്ട്, ഇവളുടെ അമ്മ ഓപ്പറേഷൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണല്ലോ, പിന്നെ എന്താ ഇവിടെ വന്നേക്കണമെന്ന് ചോദിക്കുകയാണ്. മണിക്കുട്ടി വരുമ്പോഴേക്കും മുത്ത് പറയുന്നുണ്ട്, എടി നിൻ്റെ അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലല്ലേ, പിന്നെ നീ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് മുത്തിനോട് മാത്രം ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് വേറെ ആരും ഇല്ല മുത്തേ, എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു പോവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് മുത്തിൻ്റെ മനസ്സ് അലിഞ്ഞു പോവാണ്. മുത്ത് ചോദിക്കുന്നുണ്ട്, രാധിക ആൻറ്റിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അമ്മയുടെ അവസ്ഥ വളരെ കൂടുതലാണ് മുത്തേ, ദിവസം പോകുന്നവരും അസുഖം കൂടി വരുവാണ്. ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചു പോകും മുത്തേ, എനിക്കത് സഹിക്കാൻ പറ്റില്ല, അമ്മയില്ലാത്ത ഈ ഭൂമിയിൽ എനിക്കും ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. നീ വിഷമിക്കല്ലേ, രാധിക ആൻറ്റിയുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറും എന്ന് മുത്ത് പറയുവാണ്. ആ സമയത്ത് മണിക്കുട്ടി പറയേണ്ട, മുത്തേ എനിക്ക് മുത്തിനോട് മാത്രം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒറ്റക്കെന്ന് പറയുമ്പോൾ മുത്ത് കൂട്ടാഴ്ത്തികളത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് മുത്ത് മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് മാറി നിൽക്കുവാണ്. അതിനുശേഷം എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് മുത്ത് ചോദിക്കുമ്പോൾ മണിക്കുട്ടി പെട്ടെന്ന് പൊട്ടിക്കരയുവാട്ടോ.
അതിനുശേഷം മുത്ത് പറയുന്നുണ്ട്, അയ്യോ നീ കരയല്ലേ, എന്താ കാര്യമെന്ന് എന്ന് പറയുമ്പോൾ മുത്തിനറിയാലോ ഈ ലോകത്ത് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം പിന്നെ എനിക്ക് കാണണ്ട, ഞാനും മരിക്കും, എങ്ങനെയെങ്കിലും ഞാനും മരിക്കും. എനിക്ക് എൻ്റെ അമ്മേനെ വേണം മുത്തേ. എൻ്റെ അമ്മയും ഞാനും ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ മുത്ത് വിചാരിച്ചാൽ പറ്റും. മുത്ത് പറയണം മുത്തശ്ശി എടുത്ത് എങ്ങനെയൊക്കെ ഓപ്പറേഷൻ നടത്തണമെന്ന്. മുത്ത് പറഞ്ഞാൽ മുത്തശ്ശി കേൾക്കും. ഞാനും എൻ്റെ അമ്മയും ഒരു കാരണവശാലും മുത്തിനെ ഉപദ്രവിക്കാനോ മുത്തിനെ മനസ്സ് വേദനിപ്പിക്കാനോ ഒന്നിനും വരത്തില്ല. മുത്തേ പ്ലീസ് മുത്തേ, എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ എങ്ങനെയൊക്കെ നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തിന് ചെറിയ ചിരി വരുവാട്ടോ. കാരണം വെച്ചാൽ മണിക്കുട്ടി വളരെ കരഞ്ഞു പറയുമ്പോൾ മുത്തിന് വളരെ വിഷമമോ മണിക്കുട്ടിയുടെ സ്നേഹമൊക്കെ തോന്നുവാണ്. മണിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് മുത്ത് എൻ്റെ അനിയത്തിയെ പോലെയാണെന്ന് പറയുമ്പോൾ മുത്ത് ചിരിക്കുവാണ്. അതിനുശേഷം പറയണ്ടേ, സ്വന്തം അനിയത്തിയെ പോലെ തന്നെയാണ്, ഞാൻ നിൻ്റെ ചേച്ചിയാണ് എന്നൊക്കെ പറയാണ്. നീ എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ സഹായിക്കണം മുത്തേന്ന് പറയുമ്പോൾ നീ വിഷമിക്കല്ലേ, നിൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കും, നിൻ്റെ അമ്മയുടെ അസുഖങ്ങൾ മാറും ഉറപ്പ് എന്നൊക്കെ മുത്തും പറയുന്നുണ്ട്. ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് മിസ്സ് അങ്ങോട്ടേക്ക് വരുവാട്ടോ. അതിനുശേഷം മിസ്സ് ചോദിക്കുന്നുണ്ട്, ആഹാ ഇതാരും മണിക്കുട്ടിയും മുത്തുവാ, ഞാൻ മണിക്കുട്ടിനെ കാണാൻ നിൽക്കുമായിരുന്നു, എന്താ ക്ലാസ്സിൽ വരാത്തത്? മണിക്കുട്ടി അമ്മേനെ വിളിക്കാൻ നിൽക്കുമായിരുന്നു ഞാൻ, നിങ്ങൾ കണ്ടിരുന്ന ഇവിടെ മാറി നിൽക്കണത് എന്താ വഴക്ക് കൂടുവാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്ത് പറയുന്നുണ്ട്, അയ്യോ മിസ്സേ അല്ല മിസ്സേ, മണിക്കുട്ടിയുടെ അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, ഓപ്പറേഷൻ നടത്തണം, ഓപ്പറേഷന് വേണ്ടി ഒത്തിരി പൈസ വേണം, ഒരു 30 ലക്ഷം രൂപയെങ്കിലും വേണം എന്ന് പറയുമ്പോൾ മിസ്സ് പറയുന്നുണ്ട്, ആണോ സോറി മണിക്കുട്ടി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു, എന്നോട് പറഞ്ഞുമില്ല, ആരും ഇൻഫോം ചെയ്തുമില്ല, അതുകൊണ്ടിട്ടാണ്. മോളുടെ അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറും കേട്ടോ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ദൈവം നല്ലൊരു വൈദ്യൻ കൂടിയാണെന്ന് മോള് കേട്ടിട്ടില്ലേ? പിന്നെ ഞാനൊരു ദിവസം ഞങ്ങളുടെ സ്റ്റുഡൻസിനെ ഞാനൊക്കെ കൂടിയിട്ട് ടീച്ചേഴ്സ്മാരൊക്കെ കൂടിയിട്ട് മോളെ അമ്മേനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരാൻ കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പെല്ലാം തന്നെ ഞാനും എൻ്റെ സ്കൂളും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മിസ്സ് അവിടെ നിന്ന് പോവാട്ടോ. മുത്ത് വേഗം തന്നെ മണിക്കുട്ടിയുടെ കണ്ണൊക്കെ തുടക്കുവാണ്, നീ വിഷമിക്കല്ലേ, ആൻറ്റിയുടെ ഓപ്പറേഷൻ നമുക്ക് നടത്താം, എങ്ങനെയെങ്കിലും നടത്താം, ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ അമ്മ നിന്നെ വിട്ടിട്ട് എവിടെയും പോവില്ല, നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, ഇത് ഞാനല്ലേ പറയണത്, നീ വിഷമിക്കാണ്ട് പോയിട്ട് വാ, നിൻ്റെ അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ പറഞ്ഞയക്കുവാണ് മുത്ത്. അതിനുശേഷം മുത്ത് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് വീട്ടിൽ പറയുന്നുണ്ട് കേട്ടോ. ജയമോഹൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭരത് വരുന്നുണ്ട്, എന്താ എന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ, എടാ വല്ലവരുടെയും പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്തുക എന്ന് നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ആ അപ്പുറത്തെ വീട്ടിൽ ആ ചേച്ചി വീണ്ടും പശുവിനെ ഇറക്കി വിട്ടു അമ്മേ? എടാ ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്, വെറുതെ അല്ല നിൻ്റെ തലക്ക് ആൾതാമസമില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അവൻ വളച്ചു കെട്ടിലാണ്ട് കാര്യം പറയാമേ എന്ന് ഭരത് പറയുമ്പോൾ, എടാ നമ്മുടെ വീട്ടിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്തിയിരിക്കുക ആ രാധിക എന്ന് പറഞ്ഞ പശുവിനെ ഇപ്പോൾ അവളുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി 30 ലക്ഷം രൂപ വേണമെന്ന് നമ്മുടെ മുത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയൊക്കെ 30 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് അവളുടെ ഓപ്പറേഷൻ നടത്തി കൊടുക്കുക, രാധികാൻ്റെ തിരിച്ചു വരണമെന്നൊക്കെയാണ് മുത്തിൻ്റെ ആഗ്രഹം. ഇവൾ ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധയാവുന്നുണ്ടല്ലോടാ എന്ന് പറയുമ്പോൾ ഭരത്ത് പറയുന്നുണ്ട്, എന്താ മുത്ത് നീ ഇങ്ങനെയൊക്കെ, അപ്പം നമ്മൾ തന്ന ഉപദേശമൊക്കെ വെറുതെ ആയിപ്പോയോ എന്ന് പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട്, അത് മണിക്കുട്ടി അങ്ങനെ കരഞ്ഞു വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി, പിന്നെ അവളുടെ അമ്മ ആരെയും ഒന്നും ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഇതുവരെയായിട്ടും, അവർ നല്ലൊരു സ്ത്രീയല്ലേ എന്ന് പറയുകയാണ്. എടാ കേട്ടോടാ ഭരത്ത് ഇവൾ പറയണത്, ഇവൾക്ക് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെയോ ഒരു നല്ലൊരു കുഞ്ഞാടിൻ്റെ മനസ്സുണ്ട് എന്ന് തോന്നുന്നു. അയ്യടി മണിക്കുട്ടി നിന്നെ ദ്രോഹിച്ചതൊക്കെ നീ മറന്നുപോയോ? കരാട്ടെ മത്സരത്തിൽ നീ പങ്കെടുക്കണം എന്ന് അറിഞ്ഞപ്പോഴേക്കും അവളും കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കണമെന്നായി. അപ്പം തന്നെ ഭരത്തെടുത്ത് വായിക്ക് പറയുന്നുണ്ട്, അവൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കരാട്ടെ മത്സരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അമ്മേ, ചിലപ്പോൾ മോർച്ചറി വെച്ചിട്ടേക്കും പ്രാക്ടീസ് ചെയ്യുന്നത്, അവിടെ ആരും വരില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല അവളാണെങ്കിൽ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായാലും കാവ്യേച്ചിനെയും അതുപോലെ തന്നെ അളിയനെ കയ്യിലെടുക്കുമെന്ന് ഉറപ്പാണ്. മുത്തേ നീ ഔട്ടാ എന്നൊക്കെ പറയുമ്പോൾ മുത്തിനെ ദേഷ്യം വരും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജയമോഹന് പറയുന്നുണ്ട്, നോക്കുമുത്തേ നിൻ്റെ കാവ്യക്കാണെങ്കിൽ മണിക്കുട്ടി മുത്ത് മണിക്കുട്ടി രണ്ട് സ്ഥലത്തും ആനി ഇരിക്കുക, ഒരു പ്രാവശ്യത്തേക്ക് എങ്ങാനും മണിക്കുട്ടി അടുത്ത് ആനി പോയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അടുത്ത് ഒരിക്കലും നിൻ്റെ അമ്മ തിരിച്ചു വരില്ല കേട്ടോ എന്നൊക്കെ പറയുവാണ്. അതൊക്കെ കേൾക്കുമ്പോൾ മുത്തിന് ദേഷ്യം വരണം. മുത്ത് അവിടെ ഇരുന്നിട്ട് ഒരു വലിയ ഫ്ലവേഴ്സ് എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുക കേട്ടോ. വേണ്ട, ആരും വരണ്ട, എനിക്ക് എൻ്റെ അച്ഛനമ്മേനെ വേണം, എൻ്റെ അച്ഛനമ്മയുടെ സ്നേഹം ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്ത് ദേഷ്യത്തിൽ പോവാണ്. ആ സമയത്ത് ഭരത്ത് പറയുന്നുണ്ട്, കൊള്ളാമേ അമ്മയുടെ ഉപദേശം ഏറ്റിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇതുപോലെ തന്നെ വിഷ ഉപദേശം അവൾക്ക് കൊടുക്കണം. വിഷ ഉപദേശമോ? അതേമേ, വിഷം തുപ്പുന്ന ഉപദേശം, അതുകൊണ്ട് മാത്രമേ മുത്തിനെ നമ്മുടെ കൂടെ നിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് ഞാൻ ഏറ്റൂടാ, അവൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇതാവാൻ ശ്രമിക്കുന്നുണ്ട്, അത് എങ്ങനെയാ കാവ്യയുടെ അല്ലേ മോൾ എന്നിങ്ങനെ പറയുക കേട്ടോ. ശേഷം കാണിക്കുന്നത് മണിക്കുട്ടീനെയാണ്. മണിക്കുട്ടിയും രാധികയും കൂടി കാവ്യയല്ല രാധികയും കൂടി ഹോസ്പിറ്റലിൽ അങ്ങനെ ഇരിക്കുക കേട്ടോ. രാധിക എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്.
മണിക്കുട്ടിയാണെങ്കിലും സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ രാധികയുടെ കൈകളൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക കേട്ടോ. മുത്ത് ഓപ്പറേഷൻ നടത്താമെന്ന് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവരിങ്ങനെ പരസ്പരം ആലോചിച്ചിട്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ ആ ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.